ഈ കൂത്താട്ടോളം സംഭവത്തെക്കുറിച്ച് യാദൃശ്യമായിട്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചെങ്കിലും ഞാൻ പറയില്ല പറഞ്ഞെങ്കിലും പക്ഷേ രാവിലെ സംസാരിക്കേണ്ടി തോന്നുന്നു യാദൃശ്യമായിട്ട് കളമശ്ശേരിയിൽ വെച്ചിട്ട്. അതിൽ ഞാനൊരു വസ്തു പറഞ്ഞു. ഈ കലാരാജു എന്ന് പറഞ്ഞ ആളെ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം CPM-നില്ല. കാരണം കലാരാജു 2020 തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് CPM-ൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്ന പ്രദേശത്തെ കൗൺസിലറാണ്. അവർ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അവരിപ്പോൾ നിലവിൽ പാർട്ടി മെമ്പറാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സ്വാഭാവികമായിട്ടും CPM തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. CPM ചിഹ്നം അനുവദിച്ച് CPM-ൻ്റെ പേരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളെ CPM-ൻ്റെ ചെയർപേഴ്സണെതിരായിട്ട് അവിശ്വാസപ്രമേയം കൊടുത്തു കഴിഞ്ഞാൽ CPM തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതായത് നമ്മളന്ന് രാവിലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ആ രാവിലെ സംഭവത്തിന് മുമ്പ് CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേരത്തെ വിളിക്കുമ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരില്ല, അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ച് അവരില്ല. അപ്പോൾ അവരെ ആരോ മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യം തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ്. അവരെ തട്ടിക്കൊണ്ടുപോയി കോൺഗ്രസ്സാണ്. 4 ദിവസം നിങ്ങൾ അന്വേഷിക്കണം. സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചോദിച്ച മാതിരിയാണ്. ഈ യേശുക്രിസ്തുവിന് അവിടുന്ന് പോയതിന് ശേഷം പിന്നീട് കുറേ വർഷങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച മാതിരിയാണ്. ഇവരെവിടെയായിരുന്നു 4 ദിവസം? അതിന് ഉത്തരവില്ല. ഈ അവിശ്വാസ പ്രമേയം അവിടുത്തെ കൂത്താട്ടുകുളത്തെ ചെയർപേഴ്സണെതിരായിട്ടാണ് അവിശ്വാസ പ്രമേയം. ചെയർപേഴ്സൺ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ വേണ്ടി ചെയർപേഴ്സൺ മറ്റ് കൗൺസിലർമാരും അവിടെ ചെല്ലുമ്പോൾ ചെയർപേഴ്സൺ കയറ്റില്ല. ആരും കയറ്റില്ല. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ ചെറിയ ഒരു എററുണ്ടായി എൻ്റെ ഭാഗത്തുനിന്ന്. അതായത് കൂത്താട്ടുകുളത്തെ MLA എന്ന് പറയുന്നത് അനൂപ് ജേക്കബ് തന്നെയാണ്. മാത്തിക്കുളനാട്ട് പറഞ്ഞ് മാത്തിക്കുളനാട് പാലക്കുഴ വരുന്ന ഭാഗത്താണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ തന്നെ. അപ്പോൾ ഈ അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ DCC നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു സംഘം നിൽക്കുന്ന ആവശ്യം ഒരു 10,000-ലേറെ വരുന്ന ആൾക്കാർ വളഞ്ഞ് 1000-2000 എത്രയാണെന്ന് അറിയില്ല വളഞ്ഞു നിന്നതിന് ശേഷം ഇവരെ അകത്തേക്ക് കയറ്റുന്നില്ല. ചെയർപേഴ്സൻ്റെ വണ്ടി അകത്തേക്ക് കയറ്റുന്നില്ല. ചെയർപേഴ്സണ് കയറാൻ പറ്റുന്നില്ല. വിജയും അടക്കമുള്ള ആൾക്കാർ, യഥാർത്ഥ ചെയർപേഴ്സൺ അടക്കമുള്ള ആൾക്കാർ പുറമെ നിൽക്കുവാണ്. അവിടെ പോലീസ് ഉണ്ടല്ലോ, അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ അവിടെ വന്നിറങ്ങണത്. അവർ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം വേറൊരു വണ്ടിയിലേക്ക് കയറിപ്പോയെന്നാണ് ഞാൻ ഇത് കണ്ട മനസ്സിലായത്. അവിടെ ഒന്നും തള്ളും ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഈ CPIM-ൻ്റെ മറ്റേ അവർ LDF ഭരിക്കുന്ന ആ മണ്ഡലത്തിൻ്റെ ആ മുനിസിപ്പാലിറ്റിക്കകത്ത് അവിടെ ഒരു അവിശ്വാസ പ്രമേയത്തിന് എന്തിനാണ് ഈ DCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ മൂവാറ്റുപുഴ MLA ഈ അനൂപ് ജേക്കബ് അവിടുത്തെ MLA നിൽക്കുക, ആ മൂവാറ്റുപുഴ MLA-യും അനൂപ് ജേക്കബും എല്ലാം എന്തിനാണ് അവിടെ പോണത്? അവരുടെ നേതൃത്വത്തിൽ എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ 10,000 വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്നത്? 1000 പേര്, 10,000 അല്ല 1000 പേര് എന്തിനാണ് പങ്കെടുക്കുന്നത്? ഞങ്ങൾ CPM-ന് ഇങ്ങനെ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ പോയോ? ഈ സംഭവത്തിന് നേതൃത്വം കൊടുക്കാൻ പോയില്ലല്ലോ. അവിടെ CPM-ൻ്റെ അടുത്ത് 1000-2000 പേരെ വിളിച്ചു കൂട്ടാൻ പ്രയാസമില്ലുള്ള സ്ഥലമാണ്. ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. ഞാൻ പോയി രാത്രി തല്ലുകൊണ്ട് ഈ ചെയർപേഴ്സൺ തല്ലിന്ന് പറഞ്ഞപ്പോൾ ചെയർപേഴ്സണെയും വേറെ 2 കൗൺസിലേഴ്സിനും മർദ്ദിച്ചതിൻ്റെ പേരിൽ ദേവമാതാ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കണ്ടു. ഞാൻ തിരികെ പോവുകയും ചെയ്തു. എന്തിനാണ് കോൺഗ്രസിൻ്റെ ആൾക്കാർ പോയത്? ഇവരെ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ എവിടെ തട്ടിക്കൊണ്ട് 4 ദിവസം മുമ്പ് എവിടെയായിരുന്നു ഇവർ 4 ദിവസം മുമ്പ് എവിടെയായിരുന്നു? അങ്ങനെ അവർ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ചെയർപേഴ്സൻ്റെ വണ്ടിക്കകത്താണ് ഇവർ കയറിയിരിക്കുന്നത്. ആ വണ്ടിക്കകത്ത് കയറി എങ്ങോട്ട് പോയി? ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറത്തുള്ള 300 മീറ്റർ ഇല്ല പാർട്ടി ഓഫീസിലേക്കുള്ള ദൂരം, 100-200 മീറ്റർ കൂടി നിന്നിടാവും. അത്രയും ആ സ്ഥലത്ത് പോയി അവരോട് ഇരുന്നു. അവർ രാവിലെ ചായ കുടിച്ചിട്ടുണ്ട്, പിന്നീട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും കൂടെ ഇരുന്ന് വൈകുന്നേരം ഇരുന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് പിന്നീട് ഇവരെ കൊണ്ടുവന്ന് വിടണ കാര്യം നമുക്ക് ആലോചിക്കേണ്ടതല്ല. അവരവിടെ ആഫീസിരുന്നു. അപ്പോൾ പോലീസ് അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർ ചോദിച്ചു ഇവരെ തടഞ്ഞു വെച്ചിരിക്കുക എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോലീസുകാരെന്ന് അന്വേഷിച്ചു. പോലീസുകാർക്ക് ആഫീസിൽ സാധാരണ ഇതിൽ പോലീസുകാർ പോകണ ആവശ്യമില്ല. പക്ഷേ പോലീസിൻ്റെ അടുത്ത് 2-3 ഉദ്യോഗസ്ഥന്മാർ വന്നതിന് ശേഷം അവരോട് നേരിട്ട് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കണേ അവരുടെ ഫോൺ അവരെ കണ്ടിട്ടില്ല. അവരുടെ ഈ ബഹളത്തിനിടയ്ക്ക് പോയി എന്ന് പറയുന്നത് അവർ അവിടെ ഫോണിൽ ആരുടെയോ ഫോണിൽ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ആ പാവപ്പെട്ട സ്ത്രീയെക്കുറിച്ച് ഞാൻ ആക്ഷേപം പറഞ്ഞില്ല. കാരണം അവരുടെ ഭർത്താവ് ഈ കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയത്. ആ കുടുംബത്തിൻ്റെ ബാലൻസ് ആകെ തെറ്റി. അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു, അവിടുത്തെ പാർട്ടിയുടെ സഹാക്കൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവിടുന്ന് നിങ്ങൾ ആ മക്കളോടും വരാൻ പറ. ഈ മകനും മകളും പരാതി കൊടുക്കുന്നതല്ലേ. അവർ ഈ ആഫീസിൻ്റെ അടുത്ത് കുട്ടികൾ ചെറുപ്പകാലം മുതൽ തന്നെ ആഫീസാണ്. അവർ വന്നതിന് ശേഷം ഈ അമ്മയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കാണാനില്ല. അവരുടെ പോയി